പറയാൻ വാക്കുകളില്ല. മാധ്യമ വ്യഭിചാരമാണ് ഇതിനകത്ത് തുറന്നു കാണിച്ചത്. ഒരു ഏറ്റവും മികച്ച മലയാളത്തിലെ പൊളിറ്റിക്കൽ സിനിമ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നമ്മൾ കാണേണ്ട ഒരു പ്രസ്ഥാനത്തെ, ഒരു വ്യക്തിയെ ഒരിക്കലും എതിർത്ത് പറയുന്നതല്ല. ഇതിനകത്ത് പറയാൻ വാക്കുകളില്ല. മാധ്യമ വ്യഭിചാരമാണ് ഇതിനകത്ത് തുറന്നു കാണിച്ചത്. ഒരു മാധ്യമം വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല മാധ്യമങ്ങളുണ്ട്, ഫസ്റ്റ് ഓൺ എന്ന് പറഞ്ഞ് പറയുന്ന കുറേ വാർത്തകൾ, ഈ വാർത്തകളെല്ലാം ഉണ്ടാക്കുന്നത് അവർ തന്നെയാണെന്നും എല്ലാം ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ സാർ, ഞാൻ വിചാരിച്ചത് ഇതിനകത്ത് പുള്ളിയുടെ പൊളിറ്റിക്സ് കാണിക്കാൻ വേണ്ടിയിട്ട്. പൊളിറ്റിക്സ് അല്ല ഇതിനകത്ത്. പൊളിറ്റിക്കലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ അവരെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടി മീഡിയ തന്നെ പ്രവർത്തിച്ച് മീഡിയ തന്നെ ന്യൂസ് ഉണ്ടാക്കുന്നതാണ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അടിപൊളി പടം. ബി ഉണ്ണികൃഷ്ണന്റെ ഏറ്റവും മികച്ച ചിത്രം ഇത് തന്നെയാണെന്ന് അടയാളപ്പെടുത്തേണ്ടി വരും. ഒരു പടം വൈസ് നോക്കുമ്പോഴേ ഞാൻ പറഞ്ഞില്ല, ഒരു ആവറേജ് ഫീലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ ബീര് എന്താണോ അതുപോലെ തന്നെയാണ് പടങ്ങൾ. നിവിൻപോളിക്ക് ഒരു രാഷ്ട്രീയം കാര്യങ്ങളൊന്നും വലിയ സംഭവമായിട്ട് വരത്തില്ല. ഒരു ആവറേജ് ഫീൽ തന്നെയാണ് പടത്തിൽ വന്നിട്ടുള്ളത്. മെയിനായിട്ട് കോൺഗ്രസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. ഉമ്മൻചാണ്ടി സാർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഉണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് കോൺഗ്രസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഒരു പ്രൊപ്പഗണ്ട മൂവിയാണോ? പ്രൊപ്പഗണ്ട മൂവി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ റേഞ്ചിൽ അങ്ങനെ ഒന്നുമില്ല. നിവിൻപോളിക്ക് രാഷ്ട്രീയം വലുതായിട്ട് സഖാവിൽ നമ്മൾ കണ്ടതാണ്. ആ ഒരു റേഞ്ച് വരത്തില്ല. എന്നിരുന്നാലും കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ കേരളം നന്നാവും എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വോട്ട് ചെയ്യുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യാം, കോൺഗ്രസിന് വോട്ട് ചെയ്യാം. പക്ഷെ ആർക്ക് ചെയ്താലും കേരളത്തിൽ ഒരു ഭയങ്കരമായ വൈറസ് പടരുന്നുണ്ട്. ആ പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യാതിരുന്നത് അത്രയും നല്ലത്. ബ്രോ നോർമലാണ്, ബോറടി കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ പൊളിറ്റിക്സിനെ പറ്റിയൊക്കെ എടുത്ത് പറയുന്നുണ്ടോ? ഇപ്പോഴത്തെ പൊളിറ്റിക്സ് അങ്ങനെ വെച്ചാൽ അത് തന്നെ ബന്ധപ്പെട്ടൊന്നുമല്ല. വേറെ ഡിഫറെന്റ് ആണ് കഥ നോർമലാണ്. വലിയ ടെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല സിനിമയില്. ഒരു ആവറേജ് മൂവി കണ്ടിരിക്കാം. പെർഫോമൻസ് എങ്ങനെയുണ്ട്? നിവിൻ പോളിയുടെ ഒരു സർവ്വമായത്തിന് ശേഷം ഒരു പക്ക കംബാക്ക് മൂവിയാണ്. ഇപ്പോഴത്തെ പൊളിറ്റിക്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ടോ? പൊളിറ്റിക്സിൽ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് അല്ല, ഒരു നീതിമാനായ ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്തത് ഇൻഡയറക്ട്ലി സിനിമയിൽ പറയുന്നുണ്ട്. അത് ഉമ്മൻചാണ്ടിക്ക് നേരെ വന്ന അലിഗേഷനും അതിൽ അദ്ദേഹം എത്രത്തോളം വിഷമിച്ചിരുന്നുള്ള കാര്യം ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കോൺഗ്രസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു മൂവിയാണോ? കോൺഗ്രസിനെ ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ബ്രോ. കാര്യം ആ ഒരു സമയത്ത് അദ്ദേഹത്തെ എത്രമാത്രമാണ് കരിവാരിച്ച് അയച്ചെന്നുള്ളതാണ് അത് ഇൻഡയറക്റ്റ്ലാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പോ ഈ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, എല്ലാവർക്കും ഏതൊരു സാധാരണക്കാരനും ഉമ്മൻചാണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഹേർട്ട് ആകുന്ന ഒരു ഫീൽ ആവുന്ന ഒരു കാര്യമാണ്. ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയാണ് കരുത്താനാണ് മരിച്ചുപോയ ഉമ്മൻചാണ്ടി. അപ്പൊ നിവിൻ പോളി എന്ന് പറയപ്പെടുന്ന വലിയ ഒരു നായകന്റെ വലിയ സ്ഥാനം ഒന്നുമില്ല. ഈ സിനിമ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള രാഷ്ട്രീയമാണ്. പിന്നീട് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബി ഉണ്ണികൃഷ്ണന്റെ ഒരു സിനിമാ ശൈലിയുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. അതനുസരിച്ചുള്ള ഒരു സിനിമയാണ്.